ഞാൻ പ്രദീപ് മേച്ചേരി. ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ഭദ്രകാളിയെ പിടിച്ച ചാത്തൻ. അപ്പോൾ അതിൽ ഈ നവരാത്രി കാലത്തിനെ കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം തുടങ്ങാം. അപ്പോൾ ഈ നവരാത്രി, ആദ്യകാലത്ത് നവരാത്രിയുടെ ആഘോഷങ്ങൾ ആയുധപൂജയും പിന്നെ പുസ്തക പൂജയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സമ്പ്രദായത്തിൽ. അപ്പോൾ അത് പ്രധാനമായിട്ട് നടന്നിരുന്നത് ഈ കളരികളിലാണ് ആയുധപൂജയ്ക്ക് കൂടുതൽ. മറ്റുള്ള ദിക്കിലും ആയുധപൂജകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ആയുധപൂജയുടെ മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറച്ച് കുറഞ്ഞ ഒരു രൂപത്തിലാണ് ആയുധപൂജ. പുസ്തകപൂജ ഒരുവിധം പ്രാധാന്യത്തോടു കൂടി തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോഴും ആ പുസ്തക പൂജയുടെ ഒരു പ്രാധാന്യം പഴയ പോലെ തന്നെ ഇപ്പോഴും നടക്കണ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇപ്പം ഇന്ന് പറയുന്നത്. ചിരട്ടമൺ മൂസൻ. അപ്പം അവരുടെ കുടുംബത്തിൽ അധികം ആഡംബരപൂർണ്ണം അല്ലെങ്കിലും പൂജവെപ്പ് ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ഇല്ലാണ്. അപ്പം അവിടുത്തെ കഥയാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം അവിടെ ഇപ്പോൾ ഈ നവരാത്രി കാലത്ത് പല ദിക്കുകളിലും നവരാത്രി തുടങ്ങുമ്പോൾ തന്നെ പൂജ വയ്ക്കും. എന്നിട്ട് ഈ 9 ദിവസം കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് പുസ്തകം എടുക്കുക. അങ്ങനെ ഒരു രീതിയുണ്ട്. പക്ഷേ ഈ ചിരട്ടമൺ മൂസിൻ്റെ ഇല്ലത്ത് ദുർഗാഷ്ടമിയുടെ അന്ന് പുസ്തകം വെച്ച് അതിന് ശേഷം വിജയദശമിയുടെ അന്ന് എടുക്കുക. അങ്ങനത്തെ സമ്പ്രദായത്തിലാണ് അവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഇവർ അഷ്ടവൈദ്യന്മാരിൽ പെട്ട ഒരു കുടുംബമാണ് ചിരട്ടമൺ മൂസിൻ്റെ കുടുംബം. അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് അനവധി ശിഷ്യന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നവരാത്രി കാലത്ത് ദുർഗാഷ്ടമിയുടെ അന്നാവുമ്പോഴേക്കും അപ്പോൾ അവിടെ പഠിച്ച ശിഷ്യന്മാരും ഉണ്ടാവും. പിന്നെ അവിടെ പഠിപ്പ് കഴിഞ്ഞ് പോയി ശിഷ്യന്മാരും പല ആൾക്കാരും ഇവിടെ വരും. ഇവിടെ ഈ ചിരട്ടമൺ ഇല്ലത്ത് വരും. അപ്പോൾ അവിടെ പഴയ ഗ്രന്ഥങ്ങൾ അനവധിയുണ്ട്. അപ്പം ഈ പൂജ വെപ്പിന് ഇതൊക്കെ പൂജയ്ക്ക് വെക്കണം. അപ്പം അതിന് മുമ്പായിട്ട് അത് മുമ്പ് ഇരുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് അതിലെ ചരട് മാറ്റും. അനവധി താളിയോലകൾ ചേർന്ന് ചരട് വെച്ച് കെട്ടുകയാണല്ലോ. അപ്പം അതിൻ്റെ ചരടുകളൊക്കെ പുതിയതാക്കും. അപ്പം ആ താളിയോലമേലത്തൊക്കെ പൊടി തട്ടും. ഇതൊക്കെ ചെയ്യുക ഈ ശിഷ്യന്മാരാണ്. അപ്പം അവിടെ പഠിക്കുന്ന ശിഷ്യന്മാരും അതേപോലെ മുമ്പ് പഠിച്ചു പോയിട്ടുള്ള ശിഷ്യന്മാരും ഇവരൊക്കെ കൂടിയിട്ടാണ്. അപ്പം അത് ആ സ്ഥലത്ത് നിന്ന് എടുക്കും. എന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ തട്ടി അതിലെ ചരടൊക്കെ മാറ്റി വൃത്തിയാക്കി പൂജ വയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. എന്നിട്ട് പിന്നെ ഈ പൂജയുടെ കാര്യങ്ങളും ഇതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ ഈ അവിടെയുള്ള ശിഷ്യന്മാരും പിന്നെ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പൂജപ്പിന് വന്നിട്ടുള്ള ശിഷ്യന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ഈ പൂജപ്പൊക്കെ കഴിഞ്ഞ് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് യഥാസ്ഥാനത്ത് വെക്കലും ഈ ശിഷ്യന്മാരെ ജോലിയാണ്. അപ്പം ആ കുടുംബത്തിലുള്ള ആൾക്കാർ ഈ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയും നോക്കുകയൊന്നും പതിവില്ല. കാരണം അവർക്ക് ശിഷ്യന്മാരെന്ന് വെച്ചാൽ അത്ര വിശ്വാസമാണ്. അപ്പം എന്നാൽ ശിഷ്യന്മാരാണെങ്കിൽ അവർ ഈ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ താളിയോലകൾ അവരെ കുടുംബത്തേക്ക് കൊണ്ടുപോയി അവരുടെ അനുവാദം ഇല്ലാണ്ട് ഈ ഗ്രന്ഥങ്ങൾ മറിച്ച് നോക്കുകയും കൂടി അവിടെയുള്ള ശിഷ്യന്മാർ ചെയ്യില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു സമ്പ്രദായം. അപ്പം അങ്ങനെ ഇരിക്കണ കാലത്ത് ഒരു ഈ പൊതുവാള് അവിടെ വൈദ്യം പഠിക്കാനായിട്ട് വന്ന് താമസിക്കുകയാണ്. അപ്പം ഈ പൊതുവാള് വെച്ചാൽ ഭക്തി ഒട്ടും ഇല്ലാത്ത ഒരു സമ്പ്രദായക്കാരാണ് ഈ പൊതുവാള്. അത് മാത്രമല്ല, എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ അങ്ങനെ ഒരു അഹംഭാവം ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ പൊതുവാളിനോട് മറ്റുള്ള ആൾക്കാർ ആരും ഒന്നും പറയാറില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്കത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അയാൾ ഗുണദോഷിച്ചിട്ട് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനോ ഒന്നും അയാൾ തയ്യാറാവില്ല എന്നുള്ള അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം അത് കാരണം പൊതുവാളിനെ ആരും ഉപദേശിക്കുക. പിന്നെ ഈ ചിരട്ടമൺ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരങ്ങനെ ഗുണദോഷിക്കുക അങ്ങനെയൊന്നും പതിവുമില്ല. അപ്പം അങ്ങനെ അവിടെ പഠിക്കാനൊക്കെ വളരെ സമർത്ഥനാണ് താൻ. അപ്പം അങ്ങനെ കുറച്ച് കാലം കൊണ്ട് അയാൾ ആയുർവേദം ഒക്കെ നന്നായിട്ട് പഠിച്ച് അയാൾ വടക്കൊരു ഭാഗത്ത് നിന്ന് വന്ന് പിന്നെ അയാളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം
അപ്പൊ അയാൾ വീണ്ടും അപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ദുർഗാഷ്ടമിയുടെ അന്ന് വന്ന് അപ്പൊ അയാൾ വന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രന്ഥങ്ങളൊക്കെ വൃത്തിയാക്കാനും അത് കഴിഞ്ഞ് ചരട് മാറ്റാനും പിന്നെ പൂജയ്ക്ക് ഇതൊക്കെ ഒരുക്കാനും പൂജയുടെ കാര്യങ്ങൾക്കും ഒക്കെ അയാള് ഈ ശിഷ്യന്മാരെ കൂടെ അയാളും പങ്കെടുത്തു, ഈ പൊതുവാള്. അപ്പൊ അത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് പുസ്തകമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പൊ ഈ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് ദക്ഷിണൊക്കെ കൊടുത്തിട്ടാണ് ഈ പഴയ ശിഷ്യന്മാര്, പഴയ പഠിച്ചു കഴിഞ്ഞുള്ള ആൾക്കാർ തിരിച്ചു പോവുക. അവർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ തിരിച്ചു പോവുക. അപ്പൊ അങ്ങനെ പോവാൻ അപ്പൊ അയാൾ ഇങ്ങനെ വന്ന് പോയണ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം അയാൾ കയ്യിൽ വെച്ചു. അപ്പൊ ആരോടും ചോദിക്കാണ്ട് എടുത്ത് കൊണ്ടുപോയി. അപ്പൊ അവരതൊന്നും നോക്കുക പതിവില്ല, കാരണം ശിഷ്യന്മാരെ അത്ര വിശ്വാസമാണ് ആ കുടുംബത്തിലുള്ളവർക്ക്. പിന്നത്തെ കൊല്ലം ഈ ഗ്രന്ഥം എടുക്കാൻ നോക്കുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഒരു പ്രധാന ഗ്രന്ഥം കാണാനില്ല, മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അന്വേഷിച്ച് ആലോചിച്ച് വന്നപ്പോൾ ഈ പൊതുവാൾ തന്നെയാണ് ഇത് കൊണ്ടുപോയി. അപ്പൊ അയാളുടെ മുന്നത്തെ പെരുമാറ്റങ്ങളും പലതൊക്കെ വെച്ച് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പൊതുവാൾ തന്നെയാണ് കൊണ്ടുപോയി എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞ് അവര് വലിയ മൂസിനോട് പറഞ്ഞു, ഇപ്പൊ ശിഷ്യന്മാരൊക്കെ ഇപ്പൊ ഇദ്ദേഹം ആണ് ഇത് കൊണ്ടുപോയിക്കണത് എന്നുള്ള വിവരം. അപ്പോൾ അദ്ദേഹം പോവാറായപ്പോ വലിയ മൂസ് പറഞ്ഞു, ഈ ഗ്രന്ഥം ഇവിടുന്ന് കൊണ്ടുപോയി അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്നും എടുത്തിട്ടില്ല. അപ്പൊ വലിയ മൂസ് പറഞ്ഞു, മോഷണം ഒരു മനുഷ്യന് നല്ലതല്ല, അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ നുണയും പറയുക, ഇത് രണ്ടും നല്ലതല്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലം അനുഭവിക്കേണ്ടി വരും കേട്ടോ എന്നായിട്ട് വലിയ മൂസ് ഇദ്ദേഹത്തിനോട് പറയും. അപ്പൊ ഇദ്ദേഹം ഇത് വളരെ ധിക്കാരത്തോടു കൂടി അന്ന് ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് വഴിക്ക് കണ്ടിട്ടുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഗുരുവാണ് ഇത്ര, എന്നിട്ട് അഹംഭാവത്തിന് ഒരു കുറവുമില്ല, എന്തായാലും ഞാൻ ഇതിന് ഒരു തക്ക പാഠം അദ്ദേഹത്തിന് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് എവിടേക്കാണ് നിൽക്കണേന്ന് വെച്ചാൽ കുറെ ഗുരുനാഥനെ കുറിച്ച് ചീത്ത പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ആൾക്കാർ കേട്ടപ്പോൾ അവർക്കൊക്കെ ഈ പൊതുവാളിന്റെ ഒരു സ്വഭാവത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അവരാരും ഇപ്പൊ ഇയാളോട് നല്ലത് പറഞ്ഞിട്ട് മനസ്സിലാവൂല്ല, നമ്മൾ പറഞ്ഞാൽ വെറുതെ വീഴും. അപ്പൊ അത് കാരണം അവർ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പൊതുവാളിന്റെ കുഴപ്പമാണെന്നുള്ള ഇത് എല്ലാവർക്കും ബോധ്യായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പൊതുവാളിന്റെ സ്ഥലം കുറച്ച് ദൂരെയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് ഈ ഗുരുവിനെ ദ്രോഹിക്കാൻ ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു മാന്ത്രികനെ വിളിച്ചു വരുത്തും. എന്നിട്ട് മാന്ത്രികനോട് പറയും, ഇങ്ങനെ എൻ്റെ ഗുരുവിനെ ഒരു പാഠം പഠിപ്പിക്കണം, അപ്പൊ അതിനെന്താ വഴി എന്നൊക്കെ ആയിട്ട് ചോദിക്കും. അപ്പോ അതൊരു കാര്യം ചെയ്യാം, എൻ്റെ കൂട്ടത്തിലൊരു ചാത്തനുണ്ട്, അപ്പൊ ആ ചാത്തനെ ഞാൻ ചിരട്ടമൺ മൂസിന്റെ ഇല്ലത്തേക്ക് പറഞ്ഞു വിടാം, അപ്പൊ ചാത്തൻ അവിടെയൊക്കെ നശിപ്പിച്ചോളും എന്നൊക്കെ ആയിട്ട് ഈ മാന്ത്രികൻ പറയും. അപ്പൊ അത് കഴിഞ്ഞ് അതൊക്കെ പറഞ്ഞ ഏർപ്പാടാക്കി ഈ മാന്ത്രികൻ ഈ ചാത്തനെ ചിരട്ടമൺ ഇല്ലത്തേക്ക് മൂസിന്റെ അവിടേക്ക് വിടും. ഇപ്പൊ ചാത്തൻ അവിടെ ചെല്ലുമ്പോ എന്താ വെച്ചാൽ ഈ ഗണപതി, ഭദ്രകാളി, ഹനുമാൻ ഈ മൂർത്തികളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ചാത്തന് പേടിയായി. ചാത്തനപ്പൊ അവിടെ ഒരു ദ്രോഹം ഒന്നും ചെയ്യില്ല. ചാത്തനപ്പോ അവിടെ ചെന്നപ്പോ അവിടെ പൂവങ്കുളങ്ങര ഭദ്രകാളി അവരുടെ ഒരു പരദേവതയാണ്. അപ്പൊ അവർക്കത് വളരെ പ്രധാനമാണ്. അവര് നന്നായിട്ട് അവിടെ ഉപാസനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ ഭദ്രകാളി ഉപദ്രവിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പൊ അത് കാരണം ഇത് തിരിച്ചു വന്നു. അപ്പൊ അത് തിരിച്ചു വന്നപ്പോ ഈ പൊതുവാളിന് ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ പൊതുവാള് നേരെ വീണ്ടും മാന്ത്രികനോട് ചോദിച്ചു. അപ്പൊ മാന്ത്രികൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ ചാത്തനെ വിട്ടു, ചാത്തനെ ആ കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ പിന്നെ ചാത്തനെ വിട്ട ആളുടെ അടുത്തേക്കാ വരിക. അത് കഴിഞ്ഞ് അവിടെ ഓരോരോ പരിപാടികളൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ പൂവാങ്കുളങ്ങര ഭദ്രകാളിയുടെ ഒരു ശക്തി കൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത്. അപ്പോ ഇനിയിപ്പോ വീണ്ടും പൂവാങ്കുളങ്ങര ഭദ്രകാളിയുടെ ശക്തി കുറയ്ക്കാനുള്ളത് എന്തെങ്കിലും ചെയ്യേ നിവൃത്തിയുള്ളൂ. അത് പൂവാങ്കുളങ്ങര ഭക്തിയുടെ ശക്തി, ഭഗവതിയുടെ ശക്തി കുറച്ചാലേ
ചിരട്ടവൺ മൂസിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിക്കാൻ അവരെ പറ്റുള്ളൂ. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് മാന്ത്രികൻ അപ്പം വീണ്ടും ചാത്തനെ പൂവാങ്കുളങ്ങര ഭദ്രകാളിയുടെ അടുത്തേക്ക് വിട്ടു. അപ്പം അവിടെ ചെന്നപ്പോൾ ചാത്തൻ ഒരു ചേതലിൻ്റെ രൂപത്തിൽ അവിടെ ചെന്ന് കൂടി. ചേതലിൻ്റെ രൂപത്തിൽ അവിടെ ചെന്ന് കൂടി. അങ്ങനെ അവിടെ ശ്രീകോവിലൊക്കെ നിറയെ ചേതലായി. അത് മാത്രമല്ല, ചാത്തൻ കുറെ അശുദ്ധ പദാർത്ഥങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെതറി തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് അപ്പം അമ്പലത്തിൽ നട തുറക്കാൻ ചെല്ലുമ്പോൾ നിറയെ ചേതല്. അപ്പം അത് കുടുംബത്തിലുള്ളവർക്കാണെങ്കിൽ ആപ്പാടി കൂടി ഒരു സുഖമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം അവർക്കും വലിയ വിഷമായി ഈ മൂസിൻ്റെ കുടുംബക്കാർ. അപ്പം അവർ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഒരു ജ്യോത്സ്യനെ വിളിച്ച് ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചു. അപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ശിഷ്യൻ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ഒരു ചാത്തനെ ഇങ്ങനെ പറഞ്ഞു വിട്ടതാണ്. അപ്പം അതിന് ഭഗവതിയുടെ ശക്തി കൂട്ടണം, ഭദ്രകാളിയുടെ ശക്തി കൂട്ടണം. അപ്പം അതിന് 41 ദിവസം ഭജനവും വേണം, പിന്നെ ശുദ്ധികലശവും വേണം. ഇതൊക്കെ ചെയ്ത് ഭഗവതി ശുദ്ധാവുകയും വേണം. ശക്തിയായാൽ മാത്രമേ ഇതിനെ ഈ ഭഗവതി അപ്പം ഇതിനെ തടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതുവരെ ഇതിങ്ങനെ നിൽക്കേ പറ്റുള്ളൂ. അപ്പം അത് കേട്ടപ്പോൾ അവരെല്ലാവരും കൂടി, ഇല്ലത്തുള്ളവരൊക്കെ കൂടി, ഒരു ഭക്ഷണം കഴിക്കാനും കൂടിയും പറ്റാത്ത ഒരവസ്ഥ പോലെയായി. അത്രയും ബുദ്ധിമുട്ടായി ഈ ചാത്തൻ്റെ വരവോടുകൂടി. അപ്പം അങ്ങനെ അവർ ശുദ്ധികലശം നടത്തി. പിന്നെ ഈ 41 ദിവസത്തെ ഭജനമൊക്കെ തുടങ്ങി. അപ്പം ഭജന തുടങ്ങുന്നതിനനുസരിച്ച് കുറേശ്ശെ ഈ ചെതലിൻ്റെ അംശമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുവിധം ചെതലൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി വന്നപ്പോൾ ഒരു ദിവസം അവിടെ നീലാണ്ടശൻ എന്ന് പറഞ്ഞൊരു വെളിച്ചപ്പാടുണ്ട്. ആ വെളിച്ചപ്പാട് അങ്ങോട്ട് തുള്ളിയിട്ട് പറഞ്ഞു, എന്നെ ഇവിടെ ദ്രോഹിക്കാൻ വന്നിട്ടുള്ള ആള് ഒരു ശൂലമുണ്ട് കയ്യിൽ, വാളുമുണ്ട് ഒക്കെ ആയിട്ടാണ് ഈ വെളിച്ചപ്പാട് തുള്ളി. എന്നിട്ട് വെളിച്ചപ്പാട് പറഞ്ഞു, എന്നെ ഇവിടെ ദ്രോഹിക്കാൻ വന്ന ആള് ഞാനിപ്പോൾ ഈ പനയിലേക്ക് കൊണ്ടുപോയി തറയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അയാൾ കയ്യിലുള്ള ശൂലം അങ്ങോട്ട് ആ തെങ്ങുമ്മലേക്ക് അങ്ങോട്ട് ആഞ്ഞെറിഞ്ഞു. അപ്പം ഈ ശൂലം കിടന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അവിടെ. അതെല്ലാവരും കണ്ടു. ഇപ്പം അടുത്ത കാലത്ത് വരെ പന നിൽക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ സമയത്തൊക്കെ ഈ ചാത്തനെ അയച്ചിട്ടുള്ള പൊതുവാൾ ഇതൊക്കെ നിരീക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയാ അവിടെ സംഭവിക്കണേ, എന്തൊക്കെയാ ബുദ്ധിമുട്ട്, ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ അയാൾ ഈ വെളിച്ചപ്പാട് തുള്ളി അമ്പലത്തിൻ്റെ മേൽക്കൂരയുടെ അവിടെയൊക്കെ ചെന്ന് വാളോണ്ടൊക്കെ ഇങ്ങനെ തട്ടി നോക്കി. അപ്പം അവിടുന്ന് കുറേ ഓലകളും അതുപോലെ ചെമ്പുതകളും ഒക്കെ എടുത്ത് അതൊക്കെ കളഞ്ഞു. അപ്പം അതോടുകൂടി അപ്പം പറഞ്ഞു, ഇനി ഈ ചാത്തൻ്റെ ദ്രോഹമൊന്നും ഉണ്ടാവില്ല. ഇന്നേക്ക് 12ാമത്തെ ദിവസം ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്ത ആളുടെ ശവശരീരം പടിഞ്ഞാറേ കായലിൽ പൊങ്ങി വരും എന്നായിട്ട് ജ്യോത്സ്യൻ പറയണം. ജ്യോത്സ്യനല്ല, വെളിച്ചപ്പാട് പറയണം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഈ വെളിച്ചപ്പാട്, ഈ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചപ്പാട് അങ്ങോട്ട് തളർന്ന് വീണു അവിടെ. എന്നിട്ട് പിന്നെ വെളിച്ചപ്പാടിനെ അവർ അനന്തരവൻ വന്നൊരു വടിയൊക്കെ കൊടുത്ത് പിടിച്ചാണ് പിന്നെ വെളിച്ചപ്പാട് തിരിച്ചു പോയത്. അപ്പം ഈ സമയത്തൊക്കെ പൊതുവാൾ അവിടെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട് എന്താ അവിടെ സംഭവിക്കണമെന്ന്. കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആപ്പാടി കൂടി ഒരു സുഖല്യായൊക്കെ തുടങ്ങി. അയാളിങ്ങനെ നടന്നു. കുറേ ദൂരം നടക്കണതിൻ്റെ ഇടയിൽ പടിഞ്ഞാറേ കായലിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോൾ ഇയാൾക്ക് മസൂരി ബാധിച്ചു. അപ്പം മസൂരി ബാധിച്ചതോടുകൂടി പിന്നെ എവിടെ വേറൊരു ദിക്കിൽ തങ്ങാൻ പറ്റാണ്ടി അങ്ങനെ ചെന്ന് ഒരു രാത്രി മുഴുവൻ അയാൾ ഈ കായൽക്കരയിൽ ഇരുന്ന് ആരും വീട്ടിലേക്കൊന്നും കയറ്റില്ലല്ലോ, മസൂരി വന്നിട്ടുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് വെളിച്ചാകുമ്പോൾ അപ്പോഴേക്കും ഇയാൾക്ക് ബുദ്ധിക്ക് ആകെ സ്ഥിരത ഇല്ലാണ്ട്, ബോധമൊന്നും ഇല്ലാണ്ട് ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ. എന്നിട്ട് ഇയാള് കായലിലേക്ക് അങ്ങോട്ട് ചാടി അതങ്ങനെ ഒഴുകി 12ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ കായലിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇയാൾ കായൽ പൊങ്ങിയ സമയത്തും കൂടി ഇയാളുടെ കയ്യിൽ ആ ഗ്രന്ഥം, മൂസിൻ്റെ അവിടുന്ന് കൊണ്ടുപോയുള്ള ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടും. അപ്പം അതങ്ങനെ ചീഞ്ഞളിഞ്ഞ് അവസാനം തണ്ണീർമുക്കത്ത് ആണ് ലാസ്റ്റ് കണ്ടത് എന്നാണ് കഥയിൽ പറയുന്നത്. ഇതാണ് ആ കഥ.